ഭാരതത്തിലെ ഉത്തർപ്രദേശിലുള്ള ഝാൻസി ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയുള്ള ജനം ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഇന്നിവിടെ ഇന്ത്യയിലേക്കുള്ള മാർപ്പാപ്പയുടെ പ്രതിനിധി അഥവാ നുൻഷ്യോ പദവിയിലുള്ള സാൽവത്തോറെ പെനാക്കിയോ ഝാൻസി സന്ദർശിക്കുവാൻ റോമിൽ നിന്ന് എത്തിയിരിക്കുന്നു. ഝാൻസി രൂപതാ പ്രമുഖനായ ബിഷപ്പ് പീറ്റർ പാറപ്പള്ളിയിലിൻ്റെ നേതൃത്വത്തിലുള്ള വൈദികാത്മായ സംഘത്തിന്റെ ഹാർദവമായ സ്വീകരണത്തിന്റെ തിരക്ക് ആത്മാർത്ഥമായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഈ ഇടയൻ. ഭാരതത്തിന്റെ ചുമതലയുള്ള നുൻഷ്യോ ഝാൻസിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ആദ്യമായാണ് സന്ദർശിക്കുന്നത്. അത് ധീരതയുടെയും സാഹസികതയുടെയും മറുവാക്കായ ഝാൻസിയെ അടുത്തറിയാൻ സഹായിച്ചത് ഒരു പുത്തൻ അനുഭവമായിരുന്നു. ഇവിടം മുഴുവൻ ധീരയായ ചക്രവർത്തിനി ഝാൻസിയുടെ റാണിയായ ലക്ഷ്മിബായിയെ ഓർമ്മപ്പെടുത്തുന്ന അന്തരീക്ഷമാണ്. സ്വാതന്ത്ര്യ സമര ഭാരതത്തിന്റെ ഹൃദയഭാഗത്തെത്തിയതിൻ്റെ ഒരു അനുഭവം നമുക്ക് ഇവിടെ ലഭിക്കും. ധീരതയുടെ പ്രതീകമാണ് ഈ കാണുന്ന പടുകൂറ്റൻ ചുറ്റുമതിൽ. ഇതാണ് ഝാൻസി കോട്ട. ഇന്നും ഇവിടുത്തെ മണ്ണിൽ നിന്നും വർഷങ്ങളോളം നീണ്ട ഭാരതത്തിന്റെ യുദ്ധങ്ങളും സമരങ്ങളും ധീരമായി പോരാടിയതിന്റെ ഊർജം ബഹിർസ്ഫുരിക്കുന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില അത് എത്ര വലുതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു ചൂണ്ടുപലക കൂടിയാണ് ഝാൻസിയിലെ ഈ കോട്ട. ഇതിനു മുകളിൽ നിന്ന് നോക്കിയാൽ അങ്ങകലെ തല ഉയർത്തി നിൽക്കുന്ന ഒരു ദേവാലയം കാണാം. സൂര്യതേജസ്സിനെ വരവേൽക്കുന്ന ഈ മാലാഖമാരാണ് ഝാൻസിയിലെ ഈ ദേവാലയത്തിന്റെ കാവൽക്കാർ. രാജകീയമായ പ്രൗഢി വിളിച്ചോതുന്ന അന്തരീക്ഷമാണ് ചുറ്റും. കെട്ടിലും മട്ടിലും എന്തോ ഒരു പ്രത്യേകത ആദ്യ ദർശനത്തിൽ തന്നെ അനുഭവവേദ്യമാകും. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ ദേവാലയമാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ആദ്യത്തെ സെയിന്റ് ജൂഡ് ദേവാലയം. ഒരു മഹാകുടുംബത്തിന്റെ ത്യാഗപൂർണമായ സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ശിഷ്യത്വത്തിന്റെയും ഒരു കൂടാരം. അതിന്റെ പ്രഭാവം ഇന്നും കെടാതെ ഒളിമങ്ങാതെ ജ്വലിക്കുന്നു. ഈ നൂറ്റാണ്ടിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിനു മുന്നിൽ ഇത്ര സ്നേഹവാത്സല്യത്തോടെ മറ്റാരെയും ഇതിനു മുൻപ് അവതരിപ്പിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ മാതാവും വളർത്തച്ഛനായ യൗസേപ്പിതാവും കഴിഞ്ഞാൽ ഇന്നും സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്നേഹത്തിന് ഉടമ കൂടിയായ ഒരു വിശുദ്ധൻ. നാം ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നകന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തെ സ്വാംശീകരിച്ച് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ക്രിസ്തുവിന്റെ പ്രഭാവലയത്തിലൂടെ വിശുദ്ധ യൂദാ തദേവൂസിനെ വ്യക്തമായി നമുക്ക് ദർശിക്കാം. ക്രിസ്തുവിന്റെ സിദ്ധാന്തത്തെ മുറുകെ പിടിച്ച ശിഷ്യനായ യൂദാ തദേവൂസിന്റെ ജീവിത സ്മരണയിൽ ഇന്നും ആ സുവർണമായ ബാല്യകാലമുണ്ട്. ലോകരക്ഷകനായി പിറന്ന യേശുക്രിസ്തുവിനോടൊപ്പമുള്ള കുട്ടിക്കാലം. കളിയും ചിരിയും കുസൃതിയും ഒക്കെ നിറഞ്ഞ ഓർമ്മകൾ. അങ്ങനെ ക്രിസ്തുവിന്റെ കളിത്തോഴനും ബന്ധുവുമായ വിശുദ്ധ യൂദാ തദേവൂസ് മറ്റു വിശുദ്ധരിൽ നിന്ന് ഏറെ വ്യത്യസ്തനാകുന്നു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ വിശുദ്ധ യൂദാ തദേവൂസ്. സെയിന്റ് ജൂഡ്, ദ സെയിന്റ് ഓഫ് ഇംപോസിബിൾ. ഉത്തർപ്രദേശത്തിലെ ഝാൻസി ജില്ലയിലെ ഏറ്റവും മനോഹരമായ സെയിന്റ് ജൂഡിൻ്റെ ദേവാലയത്തിൻ്റെ മുമ്പിലാണ് നാം ഇപ്പോൾ. ഈ സെയിന്റ് ജൂഡ് ദേവാലയം ഏഷ്യയിലും ഇന്ത്യയിലെയും ഏറ്റവും ആദ്യമായി നിർമ്മിതമായ സെയിന്റ് ജൂഡിൻ്റെ ഭക്തിയുടെ കേന്ദ്രമാണ്. ആദ്യമായിട്ട് ദൈവജനങ്ങൾ സെയിന്റ് ജൂഡിനെ പറ്റി അറിയുന്നതും സെയിന്റ് ജൂഡിൻ്റെ ഭക്തി പരന്നതും ഇവിടെ നിന്നാണ്. 1935 ഈ ഭക്തി ആദ്യമായിട്ട് ഇവിടെ പ്രചരിച്ചത്.
മാൾട്ടീസ് കപ്പൂച്ചിൻ അച്ഛന്മാർ ഈ ഭക്തി പടർത്തുവാനായിട്ട് ഇവിടെ ബിഷപ്പ് ഹൗസിനോട് ഒത്തുള്ള ഒരു ചെറിയ ദേവാലയത്തിൽ ഇതിൻ്റെ ഭക്തി തുടങ്ങുകയും നൊവേന ചൊല്ലുകയും അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കൂടെ ജീവിച്ച യൂദാ തദേവൂസിൻ്റെ ഭക്തി പടർത്തുകയും നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയും ഭക്തജനങ്ങളോട് ധാരാളമായിട്ട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ ഭക്തി ലോകമെങ്ങും പടരുകയും ധാരാളം ആളുകൾ ലോകത്തിലെമ്പാടും നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് സഹായിക്കുകയും എല്ലാവരും അതിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ദേവാലയം പൂർത്തിയാക്കുകയും ചെയ്തു. 1960 നാം ഇവിടെ കാണുന്ന ഈ പുതിയ ദേവാലയം നിർമ്മിതമായത്. അത് ഒരു നല്ല തുടക്കമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ക്രിസ്തുവിനാൽ ആകൃഷ്ടരായി ലോകത്തിന്റെ വിഭിന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ പ്രവാഹമായിരുന്നു. അനുഗ്രഹം തേടിയുള്ള ഇവരുടെ യാത്രയുടെ അടിയുറച്ച ഒരു ലക്ഷ്യസ്ഥാനമായി മാറി ഈ സെയിന്റ് ജൂഡ് ദേവാലയം. ലോകത്തിന്റെ ഒരു ആത്മീയ ഉത്സവത്തിന്റെ വേദിയാക്കി മാറ്റുവാൻ ദൈവം പിന്നെ അധികം വൈകിച്ചില്ല എന്ന ഈ ദൃശ്യങ്ങൾ നമുക്ക് സാക്ഷ്യം നൽകുന്നു. തിരുനാളിന് നുൻഷ്യോയ്ക്ക് വരവേൽപ്പേകാൻ ഝാൻസിയിലെ ഈ ദേവാലയം ഒരുങ്ങിക്കഴിഞ്ഞു. റോമിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രതിനിധിയായ നുൻഷ്യോ സാൽവത്തോറെ പെനാക്യോയ്ക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ഝാൻസി രൂപത സെയിന്റ് ജൂഡ് ദേവാലയാങ്കണത്തിൽ ഒരുക്കിയത്. ഇറ്റലിയിൽ ജനിച്ച സാൽവത്തോറെ പെനാക്യോ 1976 വൈദികനായത്. വിഭിന്ന രാജ്യങ്ങളിൽ നുൻഷ്യോ ആയി പ്രവർത്തിച്ച പിതാവ് 2010 മെയ് 8 ഭാരതത്തിലേക്കുള്ള പ്രതിനിധിയായി സ്ഥാനമേറ്റത്. ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് നേടിയ പിതാവ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്ന ഇദ്ദേഹം 2 വാക്ക് മലയാളത്തിലും സംസാരിക്കുവാൻ മടിച്ചില്ല. നന്ദി, നമസ്കാരം. ഈ സ്വഭാവ സവിശേഷത ഈ നുൻഷ്യോയെ ഭാരതത്തിലെ ക്രിസ്തുവിശ്വാസികളുടെ ഏറ്റവും പ്രിയങ്കരനാക്കി മാറ്റി. അൾത്താരയിലേക്ക് പ്രവേശിച്ച നുൻഷ്യോ സാൽവത്തോർ കർത്താവിന്റെ തിരുസ്വരൂപം ദർശിച്ച മാത്രയിൽ വികാരാധീനനായി. ഈ സെയിന്റ് ജൂഡ് ദേവാലയത്തിന്റെയും വിശുദ്ധന്റെയും പ്രസക്തി ഈ പുരോഹിത ശ്രേഷ്ഠൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ വിശുദ്ധനെ നന്ദി സൂചകമായി സ്മരിക്കുന്നുണ്ടായിരുന്നു. കാരണം സഭയിൽ യൂദാ തദേവൂസിന്റെ ക്രിസ്തുവുമായിട്ടുള്ള രക്തബന്ധം ഒരു പ്രധാന ഘടകമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപുള്ള ക്രിസ്തുവിന്റെയും യൂദായുടെയും കുട്ടിക്കാലത്തിന് സാക്ഷ്യം നിന്ന ഈ ലോകം നമ്മെ നയിച്ചുകൊണ്ടു പോകുന്നത് അവരുടെ കുഞ്ഞു കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണിലേക്കാണ്, നസ്രത്തിലേക്ക്. പരിശുദ്ധ മറിയത്തിന്റെ സഹോദരിയായ മേരിയുടെയും ക്ലെയോഫാസിന്റെയും മകനായിരുന്നു യൂദ. ഈശോയുടെ വളർത്തച്ഛനായ യൗസേപ്പിതാവിന്റെ സഹോദരൻ കൂടിയായിരുന്നു യൂദായുടെ പിതാവായ ക്ലെയോഫാസ്. മാതാവിന്റെ സഹോദരി മേരി ബാലന്മാരായ ജെയിംസിനെയും യൂദായെയും വിശുദ്ധ ലിഖിതങ്ങൾ ഹൃദിസ്ഥമാക്കിയ മാതാവിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇവിടെയായിരുന്നപ്പോൾ യൂദാ തദേവൂസ് ഈശോയുടെ സന്തത സഹചാരിയായിരുന്നു. പരിശുദ്ധ മറിയമായിരുന്നു യൂദായുടെയും ഈശോയുടെയും ഗുരു. കളിയും തമാശയും കൂടിക്കലർന്ന സന്തോഷപ്രദമായ ജീവിതം. കാലങ്ങൾ കടന്നുപോയി. ഈശോയുടെ പരസ്യജീവിതം ഏകദേശം സമാരംഭിക്കുന്ന സമയം. അപ്പോഴേക്കും യൂദാ തദേവൂസ് നിശ്ചയദാർഢ്യമുള്ള ഒരു യുവാവായി മാറിയിരുന്നു. വളർത്തമ്മയും ഗുരുവുമായ മാതാവിന്റെ നിർദ്ദേശപ്രകാരം യൂദ പരസ്യജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ഈശോയെ തിരഞ്ഞ് യാത്രയായി. ശിഷ്യരോടൊപ്പം യാത്രയാകുന്ന ഈശോയെ കണ്ട മാത്രയിൽ യൂദ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു. മാതാവിന്റെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ ബന്ധുവായ സൂസന്നയുടെ വിവാഹത്തിന് ഈശോയെയും ശിഷ്യന്മാരെയും കൂട്ടി വള്ളത്തിൽ കാനായിലേക്ക് യാത്രയായി. വിവാഹ സൽക്കാരത്തിന് യേശു സന്നിഹിതനായതിൽ അമ്മയായ പരിശുദ്ധ മറിയത്തിന് ഏറെ സന്തോഷമായി.
അപ്രതീക്ഷിതമായിട്ടായിരുന്നു വീഞ്ഞു തീർന്ന വിവരം മാതാവ് അറിയുന്നത്. എന്തെങ്കിലും ചെയ്യാൻ അമ്മ ആവശ്യപ്പെട്ടപ്പോൾ സമയമായില്ല എന്ന മറുപടിയാണ് ഈശോ നൽകിയത്. Madam, what do you have to do with this? My time has not yet come. പക്ഷേ മാതാവ് അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ വേലക്കാരോട് ആവശ്യപ്പെട്ടു. കൽഭരണികളിൽ നിറച്ച വെള്ളം യേശു പിതാവിനോട് പ്രാർത്ഥിച്ച് വാഴ്ത്തുന്നു. യൂദാ തദേവൂസിന് ഒന്നും മനസ്സിലായില്ലായിരുന്നു, പാത്രത്തിലേക്ക് വീഞ്ഞ് പകരുന്നതുവരെ. അത് രുചിച്ച മണവാളന്റെ ബന്ധു അത്യാഹ്ലാദത്തിൽ ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, എന്നാൽ നിങ്ങൾ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. മാതാവിന് തന്റെ പുത്രനിൽ ബന്ധുക്കൾക്കിടയിൽ അഭിമാനം തോന്നിച്ച നിമിഷങ്ങൾ. ഒരു അമ്മയുടെ മുന്നിൽ സ്വർഗത്തിന്റെ സമയത്തെ പോലും തിരുത്തി അത്ഭുതം പ്രവർത്തിച്ച യേശു യൂദായെ വീക്ഷിച്ചു. കാരണം ഈ വിവാഹത്തിന് യേശുവിനെ കൂട്ടിക്കൊണ്ടുവന്നതിലൂടെ ഈ ലോക ജീവിതത്തിലെ കർത്താവിന്റെ പ്രഥമ അത്ഭുത പ്രവർത്തനത്തിന് യൂദാ തദേവൂസ് ഒരു കാരണക്കാരനാവുകയായിരുന്നു. അതിന്റെ അലയടികൾ എന്ന പോലെ ഝാൻസിയിലും വന്ന തീർത്ഥാടകർക്ക് അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയ്ക്ക് കർത്താവിന്റെ അനുമതിയോടെ യൂദാ തദേവൂസ് തുടക്കം കുറിക്കുകയായിരുന്നു. അസാധ്യ കാര്യങ്ങളെന്ന് അടിവരയിട്ട് പറയാവുന്ന അത്ഭുതങ്ങളുടെ തുടക്കം. Hi, I'm P. Shinala Merisa and I've come from Jharkhand, Christ the King Church, Chakadharpur. Yesterday my mother lost her earring, this one, and in front of so much of crowd. Today in the morning, when we came for the mass, we found it in the church corridor, and so many lakhs of people are crossing from there, and it was still lying there where it fell down. But it was stamped. She didn't expect that we'll find it. It was a great miracle that happened, and we got it back in the morning. And I would like to thank Saint Jude for this great miracle that he has done. Thank you, Saint Jude. ഈ ദേവാലയം നിർമ്മിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആദ്യത്തെ ബിഷപ്പാണ് ഫ്രാൻസിസ് ഫെനക് OFM കാപ്പ്. ഇദ്ദേഹം ബിഷപ്പായത് 1954 1954 ഝാൻസി ഒരു രൂപതയായപ്പോൾ ആദ്യത്തെ ബിഷപ്പായിട്ട് നിയമിതനായ ഫ്രാൻസിസ് ഫെനക് ഈ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തൻ്റെ സകല കഴിവുകളും ഉപയോഗിക്കുകയും ധാരാളം രാജ്യങ്ങളിലും പ്രവർത്തിച്ചിരുന്ന ആളുകളോട് പരിചയപ്പെട്ടുകൊണ്ട് ഈ ദേവാലയം പൂർത്തീകരിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ ഭക്തി പടരുകയും ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകളും സഹായത്തിന് വേണ്ടിയിട്ട് ഓടിയെത്തുകയും ഈ ദേവാലയം പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ ദേവാലയത്തിന്റെ അൾത്താര മുകളിൽ സ്ഥിതി ചെയ്യുമ്പോൾ താഴെ ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കുള്ള മുറികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ മാൾട്ട എന്ന കൊച്ചുദ്വീപിൽ ജനിച്ചു വളർന്ന ഭക്തനായ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് ഫെനക് എന്ന ഈ കപ്പൂച്ചിൻ വൈദികനാണത്രേ ഈ ഭക്തി ചരിത്ര പ്രാധാന്യം നിറഞ്ഞ റാണി ലക്ഷ്മിഭായിയുടെ നഗരത്തിൽ ആരംഭിച്ചത്. അനേകായിരം ഭക്തജനങ്ങൾ ജാതിമത ഭേദമന്യേ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി എത്തി അനുഗ്രഹം പ്രാപിച്ചു പോകുമ്പോൾ ഏവരും ഇതിനവസരമൊരുക്കിക്കൊടുത്ത ഫാദർ ഫെനക്കിന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ഈ കബറിടത്തിൽ വന്ന് കൃതജ്ഞതാപൂർവം പ്രാർത്ഥിക്കുന്നു. അശരണരും ആലംബഹീനരുമായ അനേകം ജനങ്ങൾ ഝാൻസിയിലെ ഈ ദേവാലയത്തിൽ അഭയം പ്രാപിക്കുന്നു. ഇവിടുത്തെ അന്തരീക്ഷത്തിൽ എപ്പോഴും മുഴങ്ങുന്ന പ്രാർത്ഥനയുടെയും വിശുദ്ധ കുർബാനയുടെയും ശബ്ദം ഈ പ്രദേശമാകെ പരിശുദ്ധമാക്കുന്നു. അത് അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള ഒരു ഉറപ്പുള്ള അടിത്തറയായി മാറുന്നു. നുൻഷ്യോയുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടു. ഝാൻസിയുടെ ഇപ്പോഴത്തെ പിതാവിൻ്റെ സഹകാർമ്മികതയും കൂടി ചേരുമ്പോൾ
ഈ ദിവ്യബലിയിലെ 2 പിതാക്കന്മാരുടെ മഹനീയ സാന്നിധ്യം ഏവർക്കും അനുഭവപ്രദമാകും. 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ദിവ്യബലിയുടെ പുനരാവിഷ്കരണമായി അനുഭവപ്പെടുവാൻ മറ്റൊരു കാര്യം, അന്ന് നടന്ന ആ യേശുവിൻ്റെ ദിവ്യബലിയിൽ പങ്കെടുത്ത വിശുദ്ധ യൂദാ തദേവൂസ് ഇന്നും ഇവിടെ കർത്താവിൻ്റെ വശമായ അൾത്താരയുടെ വലതുഭാഗത്ത് നിലയുറപ്പിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിനോട് അന്ത്യത്താഴവേളയിൽ യൂദാ ചോദിച്ച ചോദ്യം ഇവിടെ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യം ഇതാണ്: കർത്താവേ, നിന്നെ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞതെന്ത്? അത് കേട്ട ഈശോ കൂടെയുണ്ടായിരുന്നവരോടും യൂദായോടും ഇപ്രകാരം പറഞ്ഞു: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. ഈശോ നൽകിയ ഈ മറുപടി യൂദാ തദേവൂസ് തൻ്റെ മനസ്സിൻ്റെ മണിച്ചപ്പിൽ ഒരു നിധി പോലെ സൂക്ഷിച്ചിരുന്നു. തദനുസരണം പ്രവർത്തിച്ചുമിരുന്നു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ യൂദാ തദേവൂസിൻ്റെ ഭക്തി ഇവിടെ നിന്നാണ് എല്ലാ സ്ഥലങ്ങളിലും പടർന്നത്. ഭക്തജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ രൂപത്തിൻ്റെ മുമ്പിലാണ് നാം ഇപ്പോൾ. ഈ രൂപത്തിന് മുമ്പിൽ ധാരാളം ഭക്തജനങ്ങൾ വന്ന് തങ്ങളുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അരിഷ്ടതകളും ആവശ്യങ്ങളും സാധ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ധാരാളം ദൂരത്ത് നിന്ന് വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഈ ദേവാലയം. അനേകായിരം ഭക്തജനങ്ങൾ ജാതിമതഭേദമന്യേ ഈ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുകയും പ്രത്യേകിച്ച് ആഘോഷപൂർവമായ നൊവേന നടത്തപ്പെടുന്ന ഒക്ടോബർ മാസത്തിൽ ഇവിടം സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്നു. മിക്കവരും വിശുദ്ധന്റെ അടുത്തു വരുന്നത് ഒരു വട്ടം കാണുവാനായിട്ടും തങ്ങളുടെ അത്യാവശ്യം ഓർമ്മിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. രഹസ്യമായി തങ്ങളുടെ ദുഃഖദുരിതങ്ങൾ നിശബ്ദമായി ഏറ്റുപറയുന്നവരും വിശുദ്ധന്റെ സമീപത്തുണ്ടായിരുന്നു. അപ്പോൾ പോലും സ്നേഹവാനായ വിശുദ്ധ യൂദാ തദേവൂസ് തങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥത വഹിക്കുന്നുണ്ട് എന്ന ഒരു ഉറപ്പ് എല്ലാവരിലും പ്രകടമായിരുന്നു. ഇതിനിടയിൽ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഒരു സ്ത്രീ വിശുദ്ധന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അവർ ആ ഫോൺ കാതിൽ നിന്നെടുത്തു നീട്ടി അത് യൂദാ തദേവൂസിന്റെ പാദാന്തികത്തിലേക്കാണ് സമർപ്പിച്ചത്. ആ സ്ത്രീയുടെ നിശബ്ദമായ തേങ്ങൽ അവർ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഫോണിൽ പ്രിയപ്പെട്ടവരാരോ തങ്ങളുടെ കഷ്ടതകൾ യൂദാ തദേവൂസിനോട് സംസാരിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. ഹൃദയഭേദകമായ ആ സന്ദേശം വിശുദ്ധ യൂദാ തദേവൂസ് തിരക്കിനിടയിലും തിരിച്ചറിയുന്നുണ്ടെന്ന പൂർണ്ണ വിശ്വാസത്തോടെയുള്ള കാത്തിരിപ്പ് ദൈവം കാണാതിരിക്കില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്റെ സന്തത സഹചാരിയായ മൊബൈൽ ഫോൺ ഭൂമിയുടെ റേഞ്ചിൽ നിന്ന് സ്വർഗത്തിന്റെ റേഞ്ചിലേക്ക് കടക്കുന്നത് ലോകത്തിലെ തന്നെ ആദ്യ സംഭവമായിരിക്കും. ഈ ദൃശ്യം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഉപകരിക്കട്ടെ. അതിനുശേഷം ആ സ്ത്രീ എരിയുന്ന മനസ്സുമായി തിരക്കിലെങ്ങോ മറഞ്ഞു. വിശുദ്ധ യൂദാ തദേവൂസ് തൻ്റെ കുടുംബത്തിൻ്റെ അസാധ്യകാര്യം സാധിച്ചു തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ. അതിനായി നമുക്കും പ്രാർത്ഥിക്കാം. എൻ്റെ പേര് വെറോണിക്ക ജോയ്. ഞാൻ ജാൻസിയിൽ റെയിൽവേ ഹോസ്പിറ്റലിൽ മേട്ടനായിട്ട് വർക്ക് ചെയ്യുന്നു. 2008 ജൂൺ 10 എനിക്ക് സെറിബ്രൽ ഹെമറേജ് ആയിട്ട് ഞാൻ അൺകോൺഷ്യസായി വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഭർത്തിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ആരും തന്നെ കൂട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് എന്നെ ഇവിടെ നിന്നും പെട്ടെന്ന് അബോധ അവസ്ഥയിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് ഇവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് എന്നെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് റെഫർ ചെയ്ത് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. അവിടെ ചെല്ലുന്ന അവസ്ഥയിൽ ഞാൻ വളരെ സീരിയസ് ആയിരുന്നു. എനിക്ക് രക്ഷയില്ല എന്ന അവസ്ഥയിൽ എനിക്ക് വേണ്ട കൂതാശകളെല്ലാം തന്നിട്ടാണ് എന്നെ ജാൻസിൽ നിന്നും
പറഞ്ഞു വിട്ടത്. ഞാൻ ഡൽഹിയിൽ എത്തിയ ശേഷം ആൻജിയോഗ്രാഫി ചെയ്തതിന് ശേഷം മനസ്സിലായി എനിക്ക് വളരെ സീരിയസ് ആയ കണ്ടീഷനാണെന്നും സെറിബ്രൽ ഹെമറേജ് ആയിട്ട് രക്ഷയില്ലാത്ത അവസ്ഥയിൽ കിടന്നിരുന്ന അവസ്ഥയിൽ എന്നെ എവിടേക്ക് വിടണം എന്നുള്ള തീർച്ചയില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് വളരെയധികം പേർ പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ജാൻസിൽ പീറ്റർ അച്ഛൻ കുർബാനയ്ക്ക് മണിയടിക്കുമ്പോൾ വെറോണിക്ക ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമെന്ന് പ്രത്യേകിച്ച് ഫോണിൽ എനിക്ക് വിളിച്ചു പറയുകയും വേറെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഉണ്ടായിരുന്ന ഫാദർ ബോസ്കോ പുത്തൂർ കേരളത്തിൽ നിന്നും എനിക്ക് ഫോൺ ചെയ്ത് എൻ്റെ ചെവിയിൽ പറയുമായിരുന്നു, വെറോണിക്ക നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയെന്ന്. അങ്ങനെ 8 ദിവസം ഞാൻ അബോധാവസ്ഥയിൽ സെൻട്രൽ ഹോസ്പിറ്റലിൽ ഡൽഹിയിൽ കഴിയുകയും അതിനുശേഷം എന്നെ ഓൾ ഇന്ത്യയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അവിടെ ചെന്ന് അവർ എൻ്റെ ആൻജിയോഗ്രാഫി ചെയ്ത് എൻ്റെ ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡിൽ മുഴുവൻ ഹെമറേജ് ആണെന്ന് അവർ പറഞ്ഞ് എന്നെ വീണ്ടും റെയിൽവേ ഹോസ്പിറ്റലിലേക്ക് തന്നെ അവർ റെഫർ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാനും എൻ്റെ ഭർത്താവും കൂടെ കിടന്ന ബെഡിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ രാത്രി ഒരു 12 മണിയായപ്പം എനിക്കെന്തോ പെട്ടെന്ന് തോന്നി, എൻ്റെ കൈയും കാലും അനങ്ങുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടെ എഴുന്നേറ്റിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും കൂടി വളരെയധികം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥന ഏകദേശം ഒത്തിരി നേരം ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോൾ എനിക്ക് തോന്നി എനിക്ക് തന്നെ ഇത്തിരി ബോധം വന്ന പോലെ. അങ്ങനെ ആ ബോധം വന്ന അവസ്ഥയിൽ ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് എന്നെ അവിടെ നിന്ന് അവർ ഡിസ്ചാർജ് ആക്കി. ഞാൻ അവിടെ നിന്നും ജാൻസിൽ വന്നതിന് പിറ്റേ ദിവസമായിട്ട് ആദ്യം തന്നെ സെൻറ്റ് ജൂഡ് പള്ളിയിൽ വന്ന് ഈശോയ്ക്ക് നന്ദി പറയാനായിട്ട് ഞാനൊരു കുർബാന അർപ്പിച്ചു. എല്ലാ സ്തുതികളും ചേർന്ന് അതിനുശേഷം ഞാൻ ഉടനെ തന്നെ ജാൻസിൽ നിന്നും ഫരീദാബാദ് റിട്രീറ്റ് സെൻറ്ററിലേക്ക് പോയി. അവിടെ ചെന്ന് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഉണ്ടായ സംഭവത്തിന് ഞാൻ ടെസ്റ്റ് മണി നൽകി. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് നടക്കാൻ സാധിക്കുമായിരുന്നില്ല. എൻ്റെ 5 ദിവസത്തെ ധ്യാനത്തിന് ശേഷം ഞാൻ എൻ്റെ കാലിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് എൻ്റെ 2 കാലും ഉപയോഗിച്ച് ഓടി സ്റ്റേജിലോട്ട് കയറി. അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഈശോ എന്നെ രക്ഷിച്ചു, എനിക്കിനി മുന്നോട്ടുള്ളൊരു നല്ലൊരു ജീവിതം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നീടുള്ള എൻ്റെ എല്ലാ ജീവിതത്തിലും ഞാൻ ഈശോയെ മാത്രം കണ്ടുകൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ 2 മാസത്തിന് ശേഷം ഞാൻ ഡ്യൂട്ടി ജോയിൻ ചെയ്യുകയും ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്നും എനിക്ക് ഓർമ്മ ഞാൻ വെച്ച നാൾ മുതൽ ഞാൻ കൊന്ത ഒരിക്കലും മുടക്കാറില്ലായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും വരുമ്പോഴും വഴിയിലും വച്ച് ഞാൻ എന്നും കൊന്ത ചെല്ലുമായിരുന്നു. അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ കുർബാന മുടക്കുകയില്ലായിരുന്നു. എൻ്റെ ഒരൊറ്റ വിശ്വാസമാണ് ഈ കുർബാനയും കൊന്തയുമാണ് എന്നെ രണ്ടാമത്തെ ഒരു ജീവിതത്തിലേക്ക് രക്ഷിച്ചത്. എന്നെ വീണ്ടും ഒരു ജീവിത പാതയിലേക്ക് നയിച്ചു കൊണ്ടുപോയി എൻ്റെ ദൈവത്തിന് സ്തുതി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇത് ദേവാലയത്തിനരികിൽ സജ്ജീകരിച്ചിട്ടുള്ള പാചകപ്പുരയാണ്. ഇവിടെ ഇപ്പോൾ പ്രാതൽ തയ്യാറാക്കുന്ന തിരക്കാണ്. രാവിലെ മുതൽ സെയിന്റ് ജൂഡ് ദേവാലയത്തിലേക്ക് എത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും വേണ്ടി സ്വാദിഷ്ടമായ വിഭവങ്ങൾ സൗജന്യമായി നൽകുന്നു. തിരുനാൾ പ്രമാണിച്ച് ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഇവിടെ നിന്ന് ഭക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്കും സ്വാദിഷ്ടമായ വിഭവങ്ങൾ തീർത്ഥാടകർക്ക് വേണ്ടി തയ്യാറാക്കി നൽകുന്നു. തിരുനാൾ തുടങ്ങി 10 ദിവസത്തേക്ക് ഇവിടെ തിരക്കായതിനാലും അവർക്ക് കൂടുതൽ സമയം പ്രാർത്ഥനയിലും ചൈതന്യത്തിലും ചിലവഴിക്കേണ്ടതിനാലും ഈ ഒരു കർമ്മ പദ്ധതി ദൈവപ്രേരണയിൽ നടത്തപ്പെടുന്നു. രാത്രിയിലെ ഭക്ഷണം കൂടി കഴിഞ്ഞാൽ ഇവിടെ ദേവാലയ തിരുമുറ്റത്ത് ഭക്തകലാ സാംസ്കാരിക ചടങ്ങുകൾ തുടങ്ങുകയായി. And I thank God because tonight, on the eve of the feast of St. Jude, I am here with you to celebrate with you this great feast. ദൈവസ്നേഹത്തിൻ്റെയും വിഭിന്ന സംസ്കാരങ്ങളുടെയും ഒരു കൂട്ടായ്മയുടെ വേദിയായും ഇവിടുത്തെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ്റെ ഈ പ്രദേശം മാറുന്നു. ഈ രാത്രി സമയത്ത് പോലും ദൈവത്തിൻ്റെ ഒരു സംരക്ഷണ അനുഭവം എല്ലാവരിലും ഉളവാകുന്നുണ്ടായിരുന്നു.
എൻ്റെ പേര് ജെർലിൻ ജോസ്. ഞാൻ ജനിച്ച നാട്ടിലാണെങ്കിലും വളർന്ന ഝാൻസിയിലാണ്. യൂദാത്ത ദിവസിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ എനിക്ക് പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടാതെ കുറേ കാലങ്ങൾ ഞാൻ 2 വർഷത്തോളം ഞാൻ വീട്ടിലിരുന്നു. ഒരിടത്തും ജോലി കിട്ടുന്നില്ല. പലയിടത്തും ആപ്ലിക്കേഷൻ കൊടുത്തു, ഒരു കാര്യം നടക്കുന്നില്ല. ജോലി തരാമെന്ന് പറഞ്ഞ ആൾക്കാർ വരെ സമയമാകുമ്പം പറയും ജോലിയില്ല. പിന്നെ അവർ വിളിക്കാതായി. ഞാൻ 2 വർഷത്തോളം ഇവിടെ നിരാശയായിട്ടിരുന്നു. അത് കഴിഞ്ഞപ്പം യൂദാത്ത ദിവസിൻ്റെ 9 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഇൻ്റർവ്യൂ കോൾ വന്ന് എന്നോട് പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഇവിടെ വന്ന് തരണം. ഞാൻ ആദ്യം പ്രതീക്ഷിച്ചില്ല. ഒരു ഇൻ്റർവ്യൂ കോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു ജോലി ശരിയാവും എന്നുള്ളത്. അത് ബിഷപ്പ് പറഞ്ഞു നീ പ്രാർത്ഥിച്ചൊരുങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഇൻ്റർവ്യൂവിന് പോയി. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ കോൾ വന്ന് സെലക്ഷനായി എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ എയർ ഇന്ത്യ സൈറ്റ്സിൽ ജോലി കിട്ടി സൂപ്പർവൈസറായിട്ട്. യേശുവിന് നന്ദി, യേശുവിന് സ്തുതി. നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ ഈ മധ്യസ്ഥനെ സ്വർഗം നിയോഗിച്ചത് സ്വന്തം ജീവൻ കർത്താവിനു വേണ്ടി ഒട്ടും മടിക്കാതെ സമ്മാനിച്ചതുകൊണ്ടാണ്. ആ പരിപൂർണമായ സമർപ്പണത്തിൻ്റെ തെളിവായിട്ടാണ് 2000ഓളം വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിനു വേണ്ടി കർത്താവ് നീക്കിവെച്ച വിശുദ്ധന്റെ ഈ തിരുശേഷിപ്പ്. അതിൽ നിന്നും തൻ്റെ നാഥനും ഗുരുവുമായ കർത്താവിനു വേണ്ടിയുള്ള തീഷ്ണത അഗ്നിരൂപത്തിൽ എന്നും മങ്ങാതെ നിലനിൽക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള പന്തക്കുസ്താ ദിനം. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നതിലൂടെ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. അപ്പസ്തോല കൂട്ടായ്മയിലുണ്ടായിരുന്ന യൂദാ തദേവൂസിന് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിരൂപത്തിലുള്ള ശക്തമായ ഈ ഇടപെടലാണ് വിശുദ്ധന്റെ ശിരസിന് മുകളിൽ കാണുന്ന അഗ്നി. അത് പൂർണ്ണമായും ഉൾക്കൊണ്ട് കർത്താവിനു വേണ്ടി രാജ്യാന്തരങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന നിലയ്ക്കാത്ത ദൗത്യത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു അത്. പരിശുദ്ധാത്മാവിൻ്റെ പന്തക്കുസ്താ അനുഭവം ലോകത്തിന് പകർന്നുകൊണ്ട് തുടങ്ങിയ ആ യാത്ര ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിനെ നെഞ്ചോട് ചേർത്തുകൊണ്ടുള്ള ഒരു യാത്ര. ദക്ഷിണ ഭാരതത്തിലെ ആന്ധ്രാപ്രദേശിൽ നിന്നുമെത്തിയ ഈ കാലഘട്ടത്തിൻ്റെ ക്രിസ്തു ശിഷ്യൻ ബ്രദർ പാട്രിക്. ഇദ്ദേഹം ഭാരതത്തിൻ്റെ അതിർത്തികളിലേക്കും അയൽ രാജ്യങ്ങളിലേക്കും സുവിശേഷം നൽകാൻ സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെട്ടതാണ്. ക്രിസ്തുവിനാൽ ആകൃഷ്ടരായി അനേകം പേർ ഇദ്ദേഹത്തിൻ്റെ അടുക്കിലെത്തുന്നു. I'm Brother Patrick. I'm a lay brother. I'm from Andhra Pradesh. I make my rosary to earn my daily living, and while traveling the train, I buy my ticket. Because I buy my ticket only is for the Bible and the cross. Because I don't want any TT to come and ask me, what your Jesus is not giving you money. So I always buy my ticket. Because of the Bible and the cross only I buy my ticket. Because I always carry the cross and Bible with me, because these are two my best friends, you can say. This is the sign of cross, and the word of God is always with me. Let it be 24 hours, it will always be with me. Because I find great peace in this, and I'm having full peace with me. നിത്യജീവിത വൃത്തിക്കായും സ്വന്തം പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായും ജപമാലകളും കാശുരൂപങ്ങളും മറ്റ് ഭക്തവസ്തുക്കളും വിറ്റാണ് ദേശാന്തരങ്ങളിൽ ഇദ്ദേഹം തങ്ങിക്കൂടുന്നത്. വരുന്നവർക്ക് ക്രിസ്തുവിനെയും അവൻ്റെ വിലമതിക്കാനാവാത്ത സ്നേഹവും സമാധാനവും ഈ സന്യാസി പകർന്നു നൽകുന്നു. അതിൽ ജാതി, മത, ദേശഗോത്ര വ്യത്യാസമില്ലാതെ ആവോളം നൽകുവാൻ ഇദ്ദേഹം ഉത്സാഹം കാണിക്കുന്നു. And I'm always traveling. I never be in one place. Sometimes I'll be just 1 day or 2 days, and I'm always on the move. To every church I'll be going. Just about 9 days back I was here in St. Jude Shrine. Then from here I went to Valangani. From Valangani I went to St. John de Brito. St. John de Brito Shrine. And from there I'm back again. So I find that wherever the Lord leads me, I'm moving. I never move on my own self. I'm a traveler, just traveling. In the name of the Lord, I reach many people, different people, different people come to me. Christian, non-Christian. My love is for everybody. Because the only thing I know that Jesus loves everybody. There's no caste and creed in this. ബ്രദർ പാട്രിക്കിൻ്റെ ഈ യാത്ര പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ലോകത്തിൻ്റെ അതിർത്തികളിലേക്കുള്ള ശിഷ്യന്മാരുടെ യാത്ര നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച ശിഷ്യന്മാർ
വിശപ്പും ദാഹവും വകവെക്കാതെ വിശ്രമം ലേശമില്ലാതെ കർത്താവിനെ പ്രഘോഷിച്ചുകൊണ്ടിരുന്നു. സകല ജനങ്ങളെയും സുവിശേഷം അറിയിക്കുക എന്ന സ്വർഗീയ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള യാത്ര. യൂദാ തദേവൂസിന്റെ കൂടെയുണ്ടായിരുന്നത് മറ്റൊരു ക്രിസ്തു ശിഷ്യനായ സൈമണായിരുന്നു. അക്കാലത്ത് ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ട സുവാമറിയിലുണ്ടായിരുന്ന ദുർമന്ത്രവാദികൾ ഇവരെ ബന്ദികളാക്കി. മാലാഖ പ്രത്യക്ഷപ്പെട്ട് ദുഷ്ടരായ മനുഷ്യരെ ദൈവം നശിപ്പിക്കാൻ പോകുന്ന കാര്യം യൂദായെയും സൈമണയെയും അറിയിച്ചു. അപ്പോൾ യൂദ ജനങ്ങളുടെ മാനസാന്തരത്തിനായി ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് ദൈവം അനുവദിച്ചു. അപ്പോൾ ക്രിസ്തു ശിഷ്യരുടെയും പിൻഗാമികളുടെയും ധീരമായ രക്തസാക്ഷിത്വം യൂദായുടെ മുന്നിൽ തെളിഞ്ഞു. നമ്മുടെ കർത്താവ് ഇതാ നമ്മെ വിളിക്കുന്നു. ഇതായിരുന്നു യൂദാശ്ലീഹ അവസാനമായി പറഞ്ഞത്. അലയടി എന്നോണം പ്രകൃതി ക്ഷോഭിച്ചു. തുടർന്ന് ശബ്ദിക്കാൻ സാധിക്കുന്നതിനു മുൻപ് ഗദ പോലുള്ള തടിക്കഷ്ണങ്ങൾ കൊണ്ട് യൂദാ തദേവൂസിനെ അടിച്ചു വകവരുത്തി. യൂദ തന്റെ നിത്യസമ്മാനത്തിനായി യാത്രയായി. യൂദാ തദേവൂസിനെ വധിക്കുവാൻ ഉപയോഗിച്ച ആയുധം തടിക്കഷ്ണമായതുകൊണ്ടാണ് ആ ആയുധത്തെ തന്നെ വിശുദ്ധൻ പിൽക്കാലത്ത് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതീകമായി തൻ്റെ കയ്യിൽ സൂക്ഷിച്ചത്. പുതിയ നിയമത്തിൽ വിശുദ്ധ യൂദായുടെ ലേഖനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിലെ അവസാന താളിലൊതുങ്ങുന്ന ഏറ്റവും ചെറിയ ലേഖനം. ദൈവം യൂദാ തദേവൂസിനെ വിശുദ്ധനായി ഉയർത്തി. കാരണം യൂദാ തദേവൂസിന്റെ രക്തസാക്ഷിത്വത്തിലൂടെ അനേകർ മാനസാന്തരപ്പെട്ടിരുന്നു. ദൈവം ആ വിശുദ്ധന്റെ ചെറിയ ഒരു കണം തിരുശേഷിപ്പായി നമുക്കായി നൽകി. വിശുദ്ധനെ കാണുവാൻ, കണ്ട് മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ. യൂദാ തദേവൂസിന്റെ തിരുനാൾ ഒക്ടോബർ 28-ന് ലോകം മുഴുവൻ ആഘോഷിക്കുന്നു. ഝാൻസിയിലെ ഈ സെയിന്റ് ജൂഡ് ദേവാലയവും വിശുദ്ധന്റെ തിരുനാൾ ആഘോഷപൂർവം കൊണ്ടാടുന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ജനകീയനായ വിശുദ്ധനാണ് വിശുദ്ധ യൂദാ തദേവൂസ്. ഈശോയെ ഒറ്റിക്കൊടുത്തവന്റെ പേരും യൂദ എന്നായിരുന്നതിനാൽ ഈശോയുടെ സന്തത സഹചാരിയായിരുന്ന ഈ വിശുദ്ധനെ ജനം അവഗണിച്ചിരുന്നു. നിരവധി നിന്ദാപമാനങ്ങൾ വിശുദ്ധന് തന്റെ നാമം മൂലം സഹിക്കേണ്ടി വന്നു. അതിന് പ്രതിഫലമെന്നോണം കർത്താവ് തന്റെ വത്സല ശിഷ്യന് മറ്റൊരു പേര് നൽകി, അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥൻ. ഈ പേര് ലഭിച്ചതിലൂടെയാണ് ലോകത്തിലെ മുഴുവൻ വിശ്വാസികളും വിശുദ്ധന്റെ സവിധത്തിലേക്ക് മാധ്യസ്ഥം അപേക്ഷിച്ച് ഓടിയെത്തിയത്. ഉറപ്പായും നടക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനമുള്ള ആ തലക്കെട്ട് ഇതാണ്: അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥൻ വിശുദ്ധ യൂദാ തദേവൂസ്, സെയിന്റ് ജൂഡ്, ദ സെയിന്റ് ഓഫ് ഇംപോസിബിൾ.